നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് സിഗരറ്റ് വലി നിർത്താനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് വലിക്കുന്ന ഒരു ദിവസം കൂടുതൽ 10ഉം 15ഒക്കെ സിഗരറ്റ് വലിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം കുറക്കാൻ, അതുപോലെ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് സിഗരറ്റ് വലി പൂർണ്ണമായിട്ട് നിർത്താൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗരറ്റ് വലി നിർത്തുമ്പോഴുണ്ടാകുന്ന നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പെട്ടെന്ന് നിർത്താനുള്ള നമുക്ക് എന്ത് ചെയ്യൂല, പറ്റൂല. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് മൈൻഡിൽ നമുക്കൊരു എയിമാണ്. അതായത് ഞാൻ സിഗരറ്റ് വലി നിർത്താൻ പോവുകയാണ്. അത് ഓരോ ദിവസവും ഞാൻ എന്ത് ചെയ്യും, വലിക്കുന്ന സിഗരറ്റിൻ്റെ എണ്ണം കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് പൂർണ്ണമായിട്ടും ഞാൻ എന്ത് ചെയ്യും, സിഗരറ്റ് വലി നിർത്തും എന്നുള്ള ഒരു നമുക്കൊരു മൈൻഡിൽ നമുക്കൊരു പ്രതിജ്ഞ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എയിം ഉണ്ടാവണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ സിഗരറ്റ് വലി പെട്ടെന്ന് ഇങ്ങനെ ഓരോ ദിവസവും വലിക്കുന്നതിൻ്റെ എണ്ണം കുറക്കുന്ന സമയത്ത് നമുക്ക് ശാരീരികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. തലവേദന ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ക്രേവിങ്സ് ഉണ്ടാവും, സിഗരറ്റ് വലിക്കണം അല്ലെങ്കിൽ പിന്നെ നാളെ മുതൽ നിർത്താമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു മൈൻഡിൽ ഒരു ചിന്ത അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ പേര് നിക്കോററ്റ് എന്നാണ്. അപ്പോൾ ഇത് ഒരു 3 കോൺസെൻട്രേഷനിലാണ് വരുന്നത്, ഡോസിലാണ് വരുന്നത്. 25 mg വരുന്നുണ്ട്, 15 mg വരുന്നുണ്ട്, അതുപോലെ തന്നെ 10 mg വരുന്നുണ്ട്. ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഒരു പാച്ചസ് ആണ് വരുന്നത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ആയതിന് ശേഷം എന്ത് ചെയ്യുക, അവിടെ ഒട്ടിക്കുവാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡോസ് എങ്ങനെയാണ് നമ്മൾ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഒരാൾ ഒരു 10 കൂടുതൽ സിഗരറ്റ് ഒരു ദിവസം ഡെയിലി വലിക്കുന്നുണ്ട് വിചാരിച്ചോ. 10 കൂടുതലോ സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ ആദ്യത്തെ 1 മുതൽ 8 ആഴ്ച വരെ നമ്മൾ ഇതിൻ്റെ 25 mg, അതായത് 25 mg എന്നുള്ള, ഇവിടെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 15 mg ആണ്. ഇതേപോലെ 25 mg അവൈലബിൾ ഉണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. അതായത് പിന്നെ ആദ്യത്തെ 8 വീക്ക് നമ്മൾ എന്ത് ചെയ്യണം, 25 mg യൂസ് ചെയ്യണം. പിന്നെ 2 വീക്ക്, അതായത് 9ാമത്തെയും 10ാമത്തെയും ആഴ്ച 15 mg യൂസ് ചെയ്യണം. അതിനുശേഷം 11ാമത്തെയും 12ാമത്തെയും ആഴ്ച പിന്നെ 10 mg യൂസ് ചെയ്യുക. ഇനി ഒരാൾ പിന്നെ 10 സിഗരറ്റ് ഒന്നും വലിക്കുന്നില്ല, അതിലൊക്കെ കുറവാണ്, 5 6 സിഗരറ്റൊക്കെയാണ് ഒരു ദിവസം വലിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ സ്റ്റാർട്ടിങ് ഡോസ് തന്നെ എന്ത് ചെയ്താൽ മതി, 15 mg എടുത്താൽ മതി. അതായത് ആദ്യത്തെ 1 മുതൽ 8 ആഴ്ച വരെ എന്ത് ചെയ്യുക, 15 mg യൂസ് ചെയ്യുക. പിന്നെ 9ഉം 10ഉം അതല്ലെങ്കിൽ 9 മുതൽ 12 വീക്ക് വരെ എന്ത് ചെയ്യുക, പിന്നെ 10 mg യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇത് പിന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് രാവിലെ എന്ത് ചെയ്യുക, നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നന്നായി ക്ലീൻ ചെയ്ത് അവിടെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു പാച്ചസ് സ്റ്റിക്ക് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു 16 മണിക്കൂറിന് ശേഷം, അപ്പോൾ രാവിലെ നമ്മളിത് ഒട്ടിച്ചു, പിന്നെ 16 മണിക്കൂറിന് ശേഷം എന്ത് ചെയ്യുക, ഇത് എടുത്തു കളയുക. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്ത് ചെയ്യുക, വീണ്ടും ഒട്ടിക്കുക. 16 മണിക്കൂറിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ അത് റിമൂവ് ചെയ്യുക. അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ സിഗരറ്റ് വലിക്കാനുള്ള ഒരു ടെൻഡൻസി മാറിക്കിട്ടും. അതുപോലെ തന്നെ പിന്നെ സിഗരറ്റിൻ്റെ എണ്ണം കുറക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളായ ഒരു തലവേദന, ഒരു മൂഡില്ലാതെ, ഒരു സ്ട്രെസ്, ഇതൊക്കെ എന്ത് ചെയ്യും, കൺട്രോൾ ആവും. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വലിക്കുന്ന സിഗരറ്റിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ വേറെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് സിഗരറ്റ് വലി പൂർണ്ണമായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. താങ്ക് യു.